സ്കോട്ടിഷുകാർ കുടിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പുണ്ട്. അതാണ് ബ്രോത്ത് മിക്സിൻ്റെ സൂപ്പ്. ഇതിലെന്തൊക്കെയുള്ളതെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന മഞ്ഞപ്പരിപ്പ്, ചുവന്ന പരിപ്പ്, ഗ്രീൻ പീസ്, ബാർലി ഇത് നമ്മൾ അധികം ഉപയോഗിക്കണില്ല. പക്ഷേ ഇവിടുത്തെ സായിപ്പുമാരൊക്കെ അതെല്ലാം ചേർത്ത് സൂപ്പായിട്ട് കുടിക്കണം. ഒത്തിരി സ്ട്രോങ് ഫ്ലേവേർഡ് ആയിരിക്കില്ല, പക്ഷെ വളരെ ഹെൽത്തിയാണ്. ചോറിന് പകരമൊക്കെ നമുക്ക് ഒരു നേരം കഴിക്കാവുന്ന ഒരു സൂപ്പർ സംഭവം കേട്ടോ. പയറുവർഗ്ഗങ്ങൾ നമ്മൾ എല്ലാ ദിവസവും മസ്റ്റായിട്ട് കഴിക്കണം. കാരണം അതിലൊക്കെ നിറയെ പ്രോട്ടീനും ഫൈബറും പിന്നെ അയേൺ, ഫോളേറ്റ്, പൊട്ടാസ്യം എല്ലാം സമൃദ്ധിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും വെയിറ്റ് മാനേജ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഡൈജഷനൊക്കെ ഒത്തിരി സഹായിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള പയറുവർഗ്ഗങ്ങളും പിന്നെ ബാർലി പോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ധാന്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഓവർനൈറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പൾസസിൻ്റെ മിക്സ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളും കൂടെ ആഡ് ചെയ്യാം. സ്വീറ്റ് കോണും ക്യാരറ്റും ഇതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നീട് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് അതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചാൽ നമ്മുടെ സൂപ്പ് റെഡിയായി. അപ്പോൾ അതൊരു ലൈറ്റ് ഫ്ലേവറിലായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളെപ്പോഴും ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് ഈ പയറുവർഗ്ഗങ്ങളുടെയൊക്കെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ അത് രാത്രി കഴിക്കാതിരിക്കുക, രാവിലെ കഴിക്കുക. മാത്രമല്ല ഇത് കഴിച്ചതിന് ശേഷം അല്പം ജീരകം വറുത്ത വെള്ളമോ അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. അപ്പോൾ ചോറിന് പകരം ഒരു നേരം നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഒരു സൂപ്പാണ് ഈ ബ്രോത്ത് മിക്സ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.